നും അതുപോലെ തന്നെ മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രധാന അധ്യാപകനുമൊക്കെയായ മഹാനായ അബ്ദുൽ അസീസ് അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബ് ശറഹ് ചെയ്തിട്ടുണ്ട്. ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ദീന് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കിതാബാണ്. അത് ചെറിയ ഒരു ഗ്രന്ഥമാണ്. എന്നാൽ അതിന് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അതിന് ശറഹ് ചെയ്തിട്ടുണ്ട്. ആ ശറഹിൻ്റെ ആമുഖം നമ്മൾ വായിച്ചു. ഇനി അതിൻ്റെ തുടർന്നുള്ള പേജുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതിൽ നോക്കിയിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ഹാദാ ഹുവ ദറസുൽ അവ്വലു മിൻ ദുറൂസിൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളിൽ പെട്ടതാണ്. ഇതിൻ്റെ ശറഹ് ആരംഭിക്കുകയാണ് കേട്ടോ. വഹുവ ഫീ തഅലീമിഹിം സൂറത്തുൽ ഫാത്തിഹ വഖിസാരി സുവർ. ഇതിൽ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ ചെറിയ സൂറത്തുകളും പഠിപ്പിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ويقترح الشيخ تحت ذلك أن يكون تعليم. ഇബ്നു ബാസ് റഹിമഹുല്ല ഇതിൻ്റെ കീഴിൽ ഇതിൻ്റെ പഠനം എങ്ങനെയാകണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ലിഖിസാരി സുവരി മിൻ സൂറത്ത് സൽസലത്തി ഇല സൂറത്തി നാസ്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ചെറിയ സൂറത്തുകളുടെ പഠനം. ആ ചെറിയ സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തു സൽസല മുതൽ സൂറത്തു നാസ് വരെയാണ്. വഅന്ന ഹാദൽ ഖദറ, എല്ലാവരും കാണില്ല ഒപ്പം. വഅന്ന ഹാദൽ ഖദറ കാഫിൻ ലിൽ അവാമി ലിയുഅദ്ദു ബിഹാ സ്വലാത്തിഹിം. ഇത് പഠിക്കുന്നത്, ഈ ചെറിയ അധ്യായങ്ങളുണ്ടല്ലോ, ഇത് പഠിക്കുന്നത് സാധാരണക്കാർക്ക് എന്താവും? നമസ്കാരത്തിന് ഇത് മതിയാകുന്ന, നമ്മുടെ നമസ്കാരങ്ങൾക്ക് പാരായണം ചെയ്യാൻ ഈ അധ്യായങ്ങൾ മതിയാകും. അത് ഫർളഹ വനഫലഹ ബിമാ ഫീ ദാലിക ഖിയാമുൽ ലൈൽ. ഫർള് നിസ്കാരങ്ങളാണെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും ഇനി രാത്രി നിസ്കാരങ്ങളാണെങ്കിലും ഒക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സൽസല മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ മതിയാകും അവർ നമസ്കാരത്തിൽ പാരായണം ചെയ്യാൻ എന്നത് ശൈഖ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഗ്രന്ഥത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഹത്താ ലൗ ഖററ സൂറത്തൻ വാഹിദ മുഖ്തസിറൻ അലൈഹാ ഫീ ഖിയാമിഹി മിനൽ ലൈൽ. ഇനി ഇതൊന്നും ഓതാതെ ഒരു അധ്യായം മാത്രം കണ്ടിന്യൂ ചെയ്താലും ഒരു അധ്യായം മാത്രം, ഒരു സൂറത്ത് ഓതിയാൽ മാത്രം എന്താവും? മതിയാകും എന്നുള്ളതാണ്. ഫഅൻ ഖത്താദ ബിൻ നുഅ്മാൻ ഖാല. ഖത്താദ ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, ഇന്ന റജുലൻ ഖാമ ഫീ സമനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ മിനസ് സഹരി ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരാൾ പ്രഭാത നിസ്കാരത്തിൽ എന്ത് ചെയ്തു? സഹർ എന്ന് പറഞ്ഞ പ്രഭാത നിസ്കാരത്തിൽ എന്ത് ചെയ്തു? ഖുൽ ഹുവല്ലാഹു അത് മാത്രം ഓതി. ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലൊക്കെ എന്ത് ചെയ്തു? ഖുൽ ഹുവല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതി. ലാ യസീദു അലൈഹ, അതിൽ അധികരിച്ചില്ല എന്നാ, വേറൊന്നും ചേർക്കാതെ അത് മാത്രം ഓതി. ഫലമ്മ അസ്ബഹന അതാ റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു. അപ്പോൾ പ്രഭാതമായപ്പോൾ, നിസ്കാരം കഴിഞ്ഞ് കുറച്ച് പ്രഭാതമൊക്കെ ആയപ്പോൾ ഒരാൾ വന്നിട്ട് നബിയോട് ഈ വിഷയം അവതരിപ്പിച്ചു. ഒരാൾ ഞങ്ങൾ നിസ്കരിക്കാൻ നിന്നിട്ട് ഖുൽ ഹുവല്ലാഹു മാത്രം ഓതി നിസ്കരിച്ചു. വാക്കാന റജുല യതഖാലുഹ, അത് ആ സൂറത്തിനെ ചെറുതാക്കി കളയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാണ്. ആ രൂപത്തിൽ ഖുൽ ഹുവല്ലാഹു തന്നെ മാത്രം ഓതി നിസ്കരിച്ചു. അങ്ങനെ അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പരാതി പറഞ്ഞ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി,
ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവുള്ളത്, നമ്മൾ അള്ളാഹു തന്നെ അന്ന് സത്യം പറയില്ലേ, അതിൻ്റെ വേറൊരു രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, വല്ലദീ നഫ്സി ബിയദി. ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവുള്ളത്, അതാരാണ്? അള്ളാഹു അല്ലേ. ആ അള്ളാഹു തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ 1/3. മറ്റൊരു റിവായത്ത് അതിൽ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ മറ്റൊരു റിവായത്ത് നമുക്ക് കാണാം, സൂറത്ത് ഇഖ്ലാസിനെ ആരാണ് സ്നേഹിച്ചത്, അവനാര് സ്നേഹിച്ചു? അള്ളാഹു സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട പാഠം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു അധികം ദീനിനും ദർസിലും കാര്യങ്ങൾക്കൊന്നും പോകാതെ പിന്നെ പഠിച്ചു സാധാരണ ഒരു മുസ്ലിം, ഒരു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഇസ്ലാമിനെ പരിചയപ്പെട്ട് വേറെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് സൽസല മുതൽ നാസ് വരെ, സൂറത്തുൽ ഫാത്തിഹ സൽസല മുതൽ നാസ് വരെ എന്ത് ചെയ്താൽ മതി, കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതിലുണ്ടാവും അത്യാവശ്യം. അത് ഹിഫ്ളാക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുക, അത് അവൻ്റെ ജീവിതത്തിൽ അവന് പകർത്താനുള്ളതൊക്കെ അതിലുണ്ടാവും. സൽസല അതോതും അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇനി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ കൊണ്ടുവരണം. നമ്മൾ ഓതി പഠിച്ച് ഹിഫ്ളാക്കി അർത്ഥം ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുള്ളൂ. ഇത് ആമുഖം കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുന്നുള്ളൂ. ഇനി നമ്മൾ ഖുർആൻ പഠനത്തിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പിന്നെ സൽസല മുതൽ നാസ് വരെ ഇനി അതൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു സൂറത്ത് അറിയുള്ളൂ, അതന്നെ എന്ത് ചെയ്യുക, നമ്മൾ അറിയുന്ന സൂറത്ത് റക്അത്തിൽ ഓത എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വമിമ്മാ യസ്തഅനസു ബിഹി ലിഇഖ്തിയാരി ശൈഖ് ബദഇ മിന സൽസല. ഇതിൽ ഇബ്നു ബാസ് റഹിമഹുല്ലാ ആരംഭിക്കുന്ന സൽസല മുതലാണ്. സൽസല മുതൽ നാസ് വരെയുള്ളതിൽ പഠനം ആരംഭിക്കുന്നത് സൽസല എന്നുള്ളത് അത് വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്തുകൊണ്ട് സൽസലയിൽ നിന്ന് ആരംഭിച്ചു? അപ്പോൾ സൽസലയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മറ്റുള്ള അധ്യായങ്ങളൊന്നും സെലക്ട് ചെയ്യാതെ സൽസലയിൽ നിന്ന് തുടങ്ങണമെങ്കിൽ അതിന് പ്രാധാന്യം ഉണ്ടല്ലോ, അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മാ റവാഹു നസായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, ഫീ ഖുബ്ര മിൻ ഹദീസ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല അത റജുലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. ഒരാൾ വന്നിട്ടേ നബിയോട് പറയാണ്, ഈ 2 ഹദീസാണ് കേട്ടോ നമ്മൾ ഇന്ന് വായിക്കണതിലെ പ്രധാനപ്പെട്ട വിഷയം, ഈ 2 ഹദീസുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലായി. ഒന്നാമത് മനസ്സിലായില്ലേ? നമുക്ക് അറിയുന്ന സുഹൃത്ത് എന്ത് ചെയ്താൽ മതി, പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, ഇഖ്ലാസ് സെലക്ട് ചെയ്യുക. ഇഖ്ലാസ് നമുക്കൊക്കെ അറിയാലോ, അത് ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ അള്ളാഹു സ്നേഹിച്ചു എന്നാണ്. അത് ഖുർആനിൻ്റെ 1/3. ഇഖ്ലാസ് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ 1/3 പഠിച്ചവനെ പോലെയാണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ സൽസലൻ്റെ പ്രത്യേകതയാണ്. അതറജുലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. ഒരാൾ വന്നിട്ട് നബിയോട് പറയാ, അഖ്രിസ്നി യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയണം. അഖ്രിസ്നി യാ റസൂലല്ലാഹ്, എന്നെ എന്തെങ്കിലും പഠിപ്പിക്കണം, എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഫഖാല ഇഖ്റ സലാസ മിൻ ദവാത്തി അലിഫ് ലാം റാ. അലിഫ് ലാം റാം എന്ന് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ടല്ലോ, സൂറത്തുകളുണ്ടല്ലോ, ആ സൂറത്തിൽ 3 സൂറത്ത് വായിക്കാൻ പറഞ്ഞു. അലിഫ് ലാം റാ എന്ന് തുടങ്ങുന്ന അധ്യായങ്ങളിൽ 3 സൂറത്തുകൾ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല, ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഖബറത്ത് സിന്നി, നബിയെ എനിക്ക് പ്രായം ഒരുപാടായിട്ടുണ്ട്, ഇപ്പോൾ എനിക്കതൊന്നും വായിക്കാൻ പറ്റില്ല, അതിനുള്ള പ്രായമല്ല എന്നാണ് പറയുന്നത്. വസ്തദ്ദ ഖൽബി, എന്തായിട്ടുണ്ട്, എൻ്റെ ഹൃദയം കഠിനമായി, പ്രായമൊക്കെ കൂടിയിട്ടുണ്ട്. വഗലുദ ലിസാനി, എൻ്റെ നാവിന് എന്തായിട്ടുണ്ട്, ഭാരം കൂടിയിട്ടുണ്ട്. അല്ലേ? ഭാരമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓതാനും കാര്യങ്ങൾക്കും ഒന്നും ശരിക്കും പറ്റില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖാല ഫഖറ സലാസ മിൻ ദവാത്തി ഹാമീം. ഹാമീം എന്ന് തുടങ്ങുന്ന 3 അധ്യായങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ഹാമീം എന്ന് തുടങ്ങുന്ന 3 സൂറത്തുകൾ വായിക്കാൻ പറഞ്ഞു. അപ്പോഴും ഫഖാല മിസ്ല മഖാലത്തി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു, നബിയോട് പറഞ്ഞു, നബിയെ പ്രായം കൂടുതലാണ്, എനിക്ക് പറ്റൂല, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, അപ്പോൾ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വീണ്ടും ആ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ആ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്. ഫഖാല റജുല, ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അഖ്രിസ്നി സൂറത്തൻ ജാമിഅത്തൻ,
ഒരു എളുപ്പമുള്ള സമഗ്രമായ പൊതുവായി പിന്നെ എളുപ്പമുള്ളൊരു കാര്യം പഠിപ്പിച്ചു തരാൻ വേണ്ടി ഏത് അധ്യായമാണെന്ന് ചോദിച്ചപ്പോൾ ഫഅഖറഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുൽസിലത്തിൽ അർളു ഹത്താ ഫറഗ മിൻഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. അതിൻ്റെ അവസാനം വരെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് ഓതിക്കൊടുത്തു എന്നുള്ളതാണ്. ഫഖാല റജുൽ വല്ലദീ ബഅസക ബിൽ ഹഖ്, തീർച്ചയായിട്ടും താങ്കളെ സത്യവുമായി നിയോഗിച്ചവൻ തന്നെയാണേ സത്യം. അടുത്ത പ്രയോഗമാണ് എന്ത്? അള്ളാഹു തന്നെയാണ് സത്യം എന്നറിയില്ലേ? നേരത്തെ പറഞ്ഞെന്താ? എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. താങ്കളെ ഹക്കുമായിട്ട് നിയോഗിച്ചവൻ ആരാണോ അവൻ, അതോ അല്ല തന്നെ അള്ളാഹു തന്നെ. നമ്മൾ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യാൻ പാടുള്ളൂ. അതും അത്യാവശ്യ ഘട്ടത്തിൽ. അല്ലാത്ത വേറൊരാളെന്തിനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സത്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യവുമായി നിയോഗിച്ചവൻ തന്നെയാണ് സത്യം. ലാ അസീദു അലൈഹ അബദ, ഞാൻ ഇത് മാത്രമേ പഠിക്കുകയുള്ളൂ. ഏത്? സൽസല. മനസ്സിലായോ? ഞാൻ ഇത് മാത്രമേ പഠിക്കുള്ളൂ, ഇതിൽ കൂടുതൽ ഇതിൽ ഒന്നും ചെയ്യില്ല, ഞാൻ അധികരിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോവുകയാണ്. അത് പറ റജുലു, ആ മനുഷ്യൻ ഇങ്ങനെ പിന്തിരിഞ്ഞപ്പോൾ, അദ്ദേഹം തിരിഞ്ഞു പോയപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ലഹ റുവൈജിൽ. പിന്നെ റുവൈജിൽ എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞവൻ, ചെറിയവൻ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഈ ആ മനുഷ്യൻ പൊക്കം കുറഞ്ഞവനാണെന്ന അർത്ഥത്തിലാണോ അതല്ല ആ അധ്യായം ചെറുതാണെങ്കിലും അതിനെ എൻ്റെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചല്ലോ. എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ പഠിക്കും, സൽസല ഞാൻ പഠിക്കും എന്ന മനുഷ്യൻ തീരുമാനം എടുത്തല്ലോ. അപ്പോൾ ആ അധ്യായം ചെറുതായ നിലക്കാണോ എന്നറിയില്ല. പിന്നെ തീർച്ചയായിട്ടും ആ മനുഷ്യൻ എന്ത് ചെയ്തു? വിജയിച്ചു എന്ന് ആ മനുഷ്യനെ കുറിച്ച് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കി പോയിട്ട് പിന്നെ അപൂർവം ചില ആൾക്കാരെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ആ മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ കുറിച്ച് വിശ്വാസം പറയും, ആ മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള. ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ പോയിട്ടുണ്ടാവും. അവരെ പിന്നെ ചൂണ്ടിയിട്ട് അടുത്തുള്ള ആളുകളോട് പറയാം. അതുപോലെ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അഫ്ലഹ, ആ മനുഷ്യൻ എന്ത് ചെയ്തു? വിജയിച്ചു എന്ന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൈദകതഫൽ ആമിയു ബിഹിഫ്ളി സൽസലതി ഇലന്നാസി അവ ഖതസറ അലാ ബഅദിഹാ ഫഇന്നഹു യക്ഫീക്. സാമാന്യം വിദ്യാഭ്യാസമുള്ള സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂറത്തു സൽസല മുതൽ നാസ് വരെ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. അത് ഓർത്താൽ മാത്രം മതി. അവനത് മദീന. ഈ സൽസല മുതൽ നാസ് വരെ. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോണ വിഷയമുണ്ടല്ലോ, സൽസല മുതൽ നാസ് വരെ നമ്മളെന്ത് ചെയ്യുക? പെർഫെക്റ്റായിട്ട് അതിൻ്റെ തജ്വീദ് നിയമങ്ങളും ആയത്തുകളും അർത്ഥവും അത് നമ്മൾ ഓതുമ്പോൾ, നിസ്കാരത്തിൽ ഓതുമ്പോൾ എന്ത് വേണം? നമ്മളെ മനസ്സിൽ അതിൻ്റെ ആശയവും കാര്യങ്ങളും വന്ന് ഓതുമ്പോൾ ആ നമസ്കാരത്തിൽ എന്തുണ്ടാവും? ഒരു ഖുശൂ ഉണ്ടാവും, ഈമാൻ ഉണ്ടാവും, തഖ്വ ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മദീനാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നത് ഇത് മദീന ഒരു മനുഷ്യന് സൽസല മുതൽ നാസ് വരെ ഇൻഷാ അല്ലാഹ് പഠിച്ചാൽ അത് മതി. فإن النبي الله قال بشأن هذا الرجل الذي عزم على اقتصار على زلزلة وحد أفلح. സൽസല മാത്രം പഠിക്കുമെന്നവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അഫ്ലഹ എന്ന് പറഞ്ഞു. ഞാൻ സൽസല മാത്രം പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ലഹ എന്ന് പറഞ്ഞു. അപ്പോൾ ഫമൻ ഹഫിളഹ ഔ സാദ അലൈഹ ബഅദ ഖിസാരി സുവരി ഫഹുവ മിനൽ മുഫ്ലിഹീന ഇൻഷാ അല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയാ, സൽസല മാത്രം പഠിച്ചവനെ കുറിച്ച് അഫ്ലഹ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സൽസലയും അതുമായി ബന്ധപ്പെട്ട ചെറിയ അധ്യായങ്ങളും മറ്റു പല അധ്യായങ്ങളും പഠിച്ചവൻ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അവനെന്ത് ചെയ്യും? വിജയിക്കുക തന്നെ ചെയ്യും. മനസ്സിലായ? അതാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്. അല്ലാഹു അത്തരം വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വഹാദിഹിൽ മൻഹജിയു ഫി തഅലീമി തുശജ്ജിഉ കസീറൻ മിനൽ അവാമി അലാ തഅല്ലുമി വൽ ഹിഫ്ളി. ഈ രീതിയിൽ പഠിക്കൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ എന്ത് ചെയ്യും? അവന് ഉത്സാഹം ഉണ്ടാക്കിയെന്ന്. അതായത് ചെറിയ സുഹൃത്തുക്കൾ പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കൊരു താല്പര്യം വന്നില്ലേ? ചെറിയ സുഹൃത്ത് പഠിച്ചാൽ മതി. നമുക്കിതിപ്പോൾ ഈ ഹദീസുകളൊക്കെ കേട്ടപ്പോൾ ഖുൽ ഹുവല്ലാഹു മാത്രം മതി, ഓതിയാൽ മതി. ചില ആൾക്കാരുണ്ട് എനിക്ക് ഓതാനൊന്നും അറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, പഠിക്കാൻ തയ്യാറില്ല, നിസ്കരിക്കൂല, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയാ, ചില ആളുകൾക്ക് എന്ത് ചെയ്യും? അവർക്കൊക്കെ എന്ത് ചെയ്യും? അത് ഒരു ഉത്സാഹം തോന്നിപ്പിക്കും. ഇൻദമാ യുഖാലു ലഹു ഇന്നൽ ഖദറ അല്ലദി തഹ്താജു ഇലൈഹി ഹുവ ഹാദൽ ഖദറു മിനസ് സുവരി മിനസ് സൽസലതി ഇലൻ നാസ്
അപ്പോൾ നിനക്ക് ആവശ്യമുള്ളത് സൽസല മുതൽ നാസ് വരെ ആവശ്യമുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഇബാദത്തുകളിൽ എന്ത് ചെയ്യും, കൂടുതൽ ഒരു പ്രോത്സാഹനം വരും എന്നുള്ളതാണ്. ഫയശഉറു അന്നൽ ഖദറ അല്ലദീ യഹ്താജുഹു ലിഇഖാമത്തി ഇബാദതിഹി ഹാദൽ ഖദറു യസീർ. ഈ ചെറിയൊരു ഭാഗം മാത്രം അവന് മനസ്സിലാക്കിയാൽ അവൻ എന്ത് ചെയ്യും, ആരാധനയ്ക്ക് വേണ്ടി മതി എന്ന് പറയുമ്പോൾ, നിന്റെ നിസ്കാരത്തിന് ഇത് മതി എന്ന് പറയുമ്പോൾ ആ നമസ്കാരത്തിനൊക്കെ അവൻ എന്ത് ചെയ്യും, ഒരു ശ്രദ്ധ കാണിക്കും എന്നുള്ളതാണ്. ഫതഅദുമു ഇനായതുഹു ബിഹാദിഹി സുവരി മിൻ ഹൈസുൽ ഹിഫ്ളി വമിൻ ഹൈസുൽ ഫഹ്മു ലിമആനിഹാ. അപ്പോൾ അദ്ദേഹം ഈ സൂറകളെ കൂടുതൽ ശ്രദ്ധയോടെ ഓർത്തും അർത്ഥം മനസ്സിലാക്കിയും ഒക്കെ പഠിക്കും. എനിക്ക് നിസ്കരിക്കാൻ ഇത് മതി എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ കൂടുതൽ എന്ത് ചെയ്യും, ഈ സൂറകളെ സൽസല മുതൽ നാസ് വരെ അവൻ എന്ത് ചെയ്യും, കൂടുതൽ ശ്രദ്ധയോട്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ എത്ര കാലമായി, നമ്മളിപ്പോൾ 10-40, ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രായം കുറവ് അല്ലേ, 30-35 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് കഴിഞ്ഞേക്കാളും കൂടുതലായി. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഭൂരിഭാഗം ആൾക്കാരും തൊട്ടോക്കിയവരുണ്ടോ സൽസല മുതൽ നാസ് വരെ ഒന്നും നമ്മൾ പഠിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് മതി, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക ഇത് മതി എന്ന് നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, പഠിക്കാനുള്ളൊരു താല്പര്യം വരികയാണ്. ഇപ്പം ചോദിച്ചല്ലോ നമ്മൾ പഠിക്കൂലെന്ന് ചോദിച്ചല്ലോ, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പുകളൊക്കെ എന്താണ്, ഇങ്ങനെ ഓരോ അർത്ഥങ്ങളും കാര്യങ്ങളും ഹിഫ്ളാക്കലൊക്കെ പഠിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നിസ്കരിക്കുക, രാത്രി നിസ്കാരം നിർവഹിക്കുക. നമുക്ക് ഇത്ര സുഹൃത്തുക്കൾ അറിയാലോ, ഫർദ് നിസ്കാരത്തിൽ നമ്മൾ ഖുശൂഅോടുകൂടി നിസ്കരിക്കും. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു താല്പര്യം വരാണ്. ഹത്താ തകൂന തിലാവത്തുഹു ലിഹാദിഹി സുവരി അൻ ഫഹ്മിൻ ലിമആനിഹാ വദിറായത്തിൻ ബിമദ്ലൂലിഹാ. ഈ സൂറത്തുകൾ പിന്നെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മനപ്പാഠമാക്കിയിട്ട് നമ്മളെ നമസ്കാരത്തിലൊക്കെ ഓതാൻ കഴിയും എന്നുള്ളതാണ്. വലിഹാദ ലൗ അന്നഹു ഖുസിസ ഫിൽ മസാജിദി ഹിലഖുൻ ലിഅവാമിൽ മുസ്ലിമീന യുഖ്തസറു ഫീഹാ അലാ ഹാദിഹി സൂറ. അതുകൊണ്ട് പള്ളിയിലൊക്കെ എന്ത് ചെയ്യണം, ഈ സൂറത്തുകൾ പഠിക്കാൻ എന്തുണ്ടാവണം, ഹലക്കകൾ ഉണ്ടാക്കണം. അതിൻ്റെ തുടക്കക്കാരാണ് നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് ഹലക്ക, മനസ്സിലായോ? പിന്നെ ഒരു സംഘം ആളുകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ. അദ്ദേഹം പറയുകയാണ്, ഇത് ശറഅ് എഴുതിയ പിന്നെ ബദർ റഹിമഹുല്ല, അദ്ദേഹം പറയും, ഇമാം ബദർ റഹിമഹുല്ല പറയാം, ഈ സൂറകൾ പഠിക്കാൻ നമുക്ക് എന്ത് വേണം, ഹലക്കകൾ ഉണ്ടാകണം പള്ളികളിൽ എന്നുള്ളതാണ് അല്ലേ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ പള്ളിയിൽ സ്ഥലത്ത് ഇഷ്ടപ്പെട്ട ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാണ്. അത് നമുക്ക് അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. വമൻ അക്മലഹാ യുഖാലു ലഹു അക്മൽത മാ തഹ്താജു ഇലൈഹി. ഈ പിന്നെ പഠനം പൂർത്തിയാക്കിയ ഒരാളോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, നിനക്ക് വേണ്ടത് നീ എന്ത് ചെയ്തു, പൂർത്തിയാക്കി എന്നുള്ളത് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഹലക്കയിൽ വന്നിട്ട് സംഘടിച്ച് പഠിച്ച ആൾക്ക് നമുക്ക് വേണമെങ്കിൽ അവനോട് നമുക്ക് പറയാം, അക്മൽത മാ തഹ്താജു ഇലൈഹി, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ എന്ത് ചെയ്തു, പഠിച്ചു എന്ന് അവൻ്റെ മുഖത്ത് നോക്കി നമുക്ക് പറയാം. വൈദാ അറത്ത സിയാദത ഇൽതഹഖ ബിൽ ഹിലഖാതി അല്ലത്തി യുഹ്ഫദു ഫീഹൽ ഖുർആനു കാമില. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ള ഹലക്കകൾ നമുക്ക് തുടങ്ങാൻ ചേരാം എന്നൊക്കെ എന്ത് ചെയ്യാം, അവനോട് നമുക്ക് പറയാം എന്നുള്ളതാണ്. റുബ്ബമ അത്ഖന ബഅദുഹും ഫീ ഷഹരിൻ വറുബ്ബമ ഫീ ഷഹറൈനി ബിഹസബി മഖ്ദറതിഹി വഹാഫിളതിഹി. ചില ആളുകൾക്ക് ഇത് പഠിക്കാൻ എന്താണ്, ഒരു മാസം വേണ്ടി വരും. ചില ആളുകൾക്ക് ഇത് പഠിക്കാൻ പിന്നെ എത്ര വേണ്ടി വരും, വറുബ്ബമ ഫീ ഷഹറൈൻ, 2 മാസം പിടിക്കും. ബിഹസ്ബി മഖ്ദറതിഹി വഹാഫിളതിഹി, അത് ചില ഓരോരുത്തരുടെയും കഴിവും ഓർമ്മശക്തിയും അനുസരിച്ചിട്ടായിരിക്കും. നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഇല്ലല്ലോ. ഇപ്പോൾ ഇന്നെടുക്കണത് പിന്നെ സൂറത്തുൽ ഫാത്തിഹ ആണെങ്കിൽ അത് നമ്മളെന്ത് ചെയ്യും, അതൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ഓതിത്തരും, തെറ്റുകൾ തിരുത്തും. ആദ്യം നമ്മൾ നോക്കി ഓതി തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളതെന്ത് ചെയ്യുക, ഹിഫ്ളാക്കി വരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങളത് മനപ്പാടാക്കി വരിക. ഫാത്തിഹ നമുക്ക് കിട്ടും, പക്ഷേ നമ്മളെന്ത് ചെയ്യണം, പഠിച്ചതുപോലെ പഠിച്ച് ഓതി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക, പിന്നെ അതിൻ്റെ അർത്ഥവും ആശയവും ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ആ പഠനത്തിന്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 1 മാസമോ 2 മാസമോ ഓരോരുത്തരുടെ കഴിവും ഓർമ്മശക്തിയൊക്കെ അനുസരിച്ച് ആ രൂപത്തിൽ നീണ്ടുപോകും. فهذه المنهجية مهمة بحيث يستشعر العامي في جلوسه أن القدر المطلوب منه ليس قدرا كبيرا.
ഇത്തരത്തിലുള്ള രീതികൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അളവല്ല എന്നെന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വലിയ അത്ര കൂടുതലൊന്നുമില്ല എന്നെന്ത് ചെയ്യും, ഈ ചെറിയ സൂറകൾ പഠിക്കുന്നതിലൂടെ അവനെ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുമെന്നുള്ളതാണ്. വൈന്നമാഹിയ സുവറുൻ ഖലീലത്തുൻ യതമക്കനു ബിഇദ്നില്ല മിൻ ഇത്ഖാനിഹി ഫി വഖ്തിൻ യസീറിൻ. കുറച്ച് സൂറകൾ മാത്രമാണ് എനിക്ക് പഠിക്കാനുള്ളൂ, അല്പസമയത്തിൽ അദ്ദേഹം അതിനെ വളരെ നന്നായിട്ട് എന്ത് ചെയ്യും, ഓർമ്മിപ്പിക്കും. എനിക്ക് ചെറിയ സുഹൃത്തുക്കൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനപ്പാടാക്കാൻ പറ്റും എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും, അത് അവൻ്റെ ജീവിതത്തിൽ കുറേ ഓർമ്മിപ്പിക്കും. ഖുർആനൊന്നും മൊത്തമൊന്നും എനിക്ക് പഠിക്കാനില്ലല്ലോ, എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ, ചെറിയ ചെറിയ സുഹൃത്തുക്കൾ കുറച്ചല്ലേ ഉള്ളൂ. ആ ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് മനപ്പാടമാക്കിക്കും. മാത്രമല്ല ആ സൂറത്തുകൾ നമ്മൾ ആവർത്തിച്ച് ഓതുന്നതിലൂടെ അത് നമ്മളെ ഓർമ്മയിൽ എപ്പോഴും എന്ത് ചെയ്യും, നിലനിൽക്കും എന്നുള്ളതാണ്. وتكون طريقة في تعليمها للعوام على نحو ما بين شيخ نفسه وهي عبر خطوات أربع. ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറകൾ പഠിക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല 4 ഘട്ടങ്ങളിലായിട്ട്, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോണ ഫാത്തിഹ സൽസല മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ 4 ഘട്ടങ്ങളിലായിട്ടാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ഘട്ടം ഏതാ? അൽ ഖുത്വത്തുൽ ഊല, ഒന്നാമത്തെ ഘട്ടം. പിന്നെ അത്തൽഖീൻ ഖാല തഖല്ലലഹു തൽഖീനൻ ഐ യുലഖിനുഹും ഇമാമു അവിൽ മുഖ്രിഉ അവിൽ ഹാഫിദു ഹാദിഹി സൂറ ആയത്തൻ ഓരോ ആയത്തായിട്ട് പള്ളിയത്തെ ഇമാമോ പിന്നെ അല്ലെങ്കിൽ മുഖ്രിയോ ബാങ്ക് കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാഫിദോ എന്ത് ചെയ്യുക, അവർക്ക് ഓരോ ആയത്ത് എന്ത് ചെയ്യുക, ഓതിക്കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ മതി, നമ്മളിത് ഈ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ പറ്റും, നമുക്ക് വേറൊരാൾ ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഓതിക്കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് വായിച്ചു പോവല്ലേ, കുഴപ്പമില്ലല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫയുകർറിറു അലാ മസാമിഇഹിം ആയത്തുൽ ഊല മറത്തൻ വമറത്തൈൻ സുമ്മ സാനിയത വഹാകദ. ആദ്യത്തെ ആയത്ത് ഓതുക, പിന്നെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ആയത്ത് ഓതുക, പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ആയത്ത് ഓതുക, പിന്നെ രണ്ടാമത്തെ ആയത്ത് ഓതുക, പിന്നെ മൂന്നാമത്തെ ആയത്ത്, അങ്ങനെ. അതായത് ഒന്ന് പഠിച്ച് രണ്ടാമത്തെ പഠിച്ച് പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഒന്നാമത്തെ ആയത്ത് വീണ്ടും ഓതി, രണ്ടാമത്തെ ആയത്ത് വീണ്ടും ഓതി, പിന്നെ മൂന്നാമത്തെ ആയത്ത് പഠിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഖുർആൻ പഠനം എളുപ്പമാകാനുള്ള വഴി അതാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ആയത്ത് ഓതുക, രണ്ടാമത്തെ ആയത്ത് ഓതുക, മൂന്നാമത്തെ ആയത്ത് ഓതുക, നാലാമത്തെ പഠിച്ചാൽ വീണ്ടും എന്ത് ചെയ്യുക, 1 മുതൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് പോരുക. ഫൽ ഖുർആനു യുഖദു ബിത്തൽഖീനി ഫയസ്മഊനഹാ സമാഅൻ സ്വഹീഹ. ഈ ഖുർആൻ ഇങ്ങനെ ഈ രൂപത്തിലാണ് നമ്മൾ ഖുർആൻ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓതി കേൾപ്പിക്കുമ്പോൾ ശരിയായിട്ടത് കേൾക്കണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ثم بعد ذلك يقرؤون ما سمعوا ويقوم الإمام أو المقرئ أو المحفظ بتصحيح قراءتهم. ഈ ഓതിക്കൊടുത്ത ആളുണ്ടല്ലോ, ഇമാമോ മുഖ്രിയോ ഹാഫിദോ ആരാണോ ഓതിക്കൊടുത്തത്, അവരതിന് ശേഷം എന്ത് ചെയ്യുക, അത് കേൾക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത് എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓതിത്തരും. ഓതി തന്നു കഴിഞ്ഞാൽ ഓരോ ആയത്ത് ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് 7 ആയത്താണ്. ഫുള്ള് നമ്മളെന്ത് ചെയ്യും, അതിൻ്റെ തജ്വീദ് നിയമം അനുസരിച്ച്, ഇനിയുള്ള പഠനങ്ങൾ അങ്ങനെയാണ് കേട്ടോ, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് നമ്മളത് പഠിച്ച് ഓതി ഞാൻ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എനിക്ക് ഓതി തരാം. അതാണ് രണ്ടാമത്തെ ഘട്ടം. നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഓതി തരാം. അപ്പം എന്ത് ചെയ്യും, നിങ്ങളിലെ തെറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും. വലിഹാദാ ഖാല തസ്ഹീഹൻ ലിഖിറാ. നിങ്ങളോട് ഓതണം എന്ന് പറയാനുള്ള കാരണം എന്താ, എന്തിനാ, തെറ്റ് തിരുത്താൻ. അതാണ്, മനസ്സിലായോ? തസ്ഹീഹൻ ലിഖിറാ, ഖിറാഅത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ഘട്ടം ثم تأتي بعد ذلك المرحلة الثالثة وهي الحفظ. തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം നിങ്ങൾ അതെന്ത് ചെയ്യുക, മനപ്പാഠമാക്കുക എന്നുള്ളതാണ്. തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്താണ്, നിങ്ങൾ ഹിഫ്ദ് ചെയ്യുക എന്നുള്ളതാണ്. ഫയഹ്ഫദു ഹാദല്ലദി തലഖനഹു വഖറഅഹു ബൈന യദൈ ശൈഖ് വസഹഹു ലഹു ഹിഫ്ളൻ സ്വഹീഹ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയായ രൂപത്തിൽ തെറ്റുകളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഖുർആനിൻ്റെ ആയത്തുകളെ മനപ്പാഠമാക്കാൻ കഴിയും. വയുഖർറിറു ഹസബൽ കിഫായ. പിന്നെ നമ്മൾ ഈ ഓതിക്കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക,
ഒരാൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര നമ്മൾ എന്ത് ചെയ്യാം ഓതിക്കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരാൾക്ക് 2 പ്രാവശ്യം ഓതിയാൽ മതിയും, ചിലർക്ക് 5 പ്രാവശ്യം കേൾക്കേണ്ടി വരും, ചിലർക്ക് 10 പ്രാവശ്യം കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ഓതി കൊടുത്ത് എന്ത് ചെയ്യണം, തെറ്റുകളെ നമ്മൾ തിരുത്തണം. കാരണം എന്താ വെച്ചാൽ ഒരു തെറ്റ് നമ്മൾ കാണാപ്പാടം പഠിച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, ആ തെറ്റ് നമ്മൾ തിരുത്തൂല. മനസ്സിലായി? അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഹിഫ്ള് കോളേജ് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് പറയുകയാണ്, ഒരു തെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് പിന്നെ നമ്മൾ തിരുത്തൂല. മനസ്സിലായി? ഹിഫ്ളാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, തെറ്റ് തിരുത്തണം. ഹിഫ്ളാക്കുന്നതിന് മുമ്പ് തെറ്റ് തിരുത്തിയിട്ടില്ല എങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ തെറ്റ് തിരുത്തിയിട്ടേ നമ്മളൊരു കാര്യം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹിഫ്ളാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ വയുഖർറിറു ഹസ്ബ കിഫായ, ഒരാൾക്ക് എത്ര ആവശ്യം അത്ര നമ്മൾ എന്ത് ചെയ്യണം, അത് ആവശ്യത്തിനനുസരിച്ച് ഓതിക്കൊടുത്ത് ആവർത്തിക്കണം. ഫബഅദു الناസി യഹ്താജു ഇലാ അൻ യുഖർറിറ സൂറ 50 മറ ഔ 100. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 50 വട്ടം കൊണ്ടുവരും, ചില ആളുകൾക്ക് എന്ത് 100 വട്ടം ഉണ്ട്, ചില ആളുകൾ 200 വട്ടം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ ആവർത്തിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, സമയമെടുത്ത് തെറ്റുകൾ തിരുത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഹിഫ്ളാക്കേണ്ടത്. ഇനി 4ാമത്തെ ഘട്ടം, ثم تأتي بعد ذلك المرحلة الرابعة وهي شرح لما يجب فهمه. അത് നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ അർത്ഥം ആശയം എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ഇതാണ് ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയം. 1 ഇമാം എന്ത് ചെയ്യുക, ഓതിക്കൊടുക്കുക. 2 കേൾക്കുക. മനസ്സിലായോ? 2 കേൾക്കുക. ഇമാം എന്ത് ചെയ്യുക, കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, തെറ്റുകൾ തിരുത്തുക. 3 ആ തെറ്റ് തിരുത്തിയതനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ഹിഫ്ള് ചെയ്യാം. 4ാമത്തെ ഘട്ടമാണ് അർത്ഥവും ആശയവും കാര്യങ്ങളും ഒക്കെ പഠിക്കുക എന്നുള്ളത്. വതഫ്സീറു മആനി ഹാദിഹി സൂറ വബയാനു മദ്ലൂലാതിഹ. ഈ സൂറത്തുകളുടെ സൽസല മുതൽ നാസ് വരെയുള്ള എല്ലാം ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന പേജുകളിൽ എന്തുണ്ട്, ഈ കിതാബിൽ തന്നെ ഷറയിൽ തന്നെ ഉണ്ട്, എല്ലാ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് വായിച്ചു പോയാൽ മതി. നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പണ്ഡിതന്മാരുടെ വിശദീകരണം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അധ്യായങ്ങളുടെയും കാണാം. ബിദഅൻ മിൻ സൂറത്തിൽ ഫാത്തിഹ. തുടക്കം എവിടെ നിന്നാണ്? ഫസ്റ്റത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. സുമ്മ മിൻ സൂറത്തിൽ സൽസല ഇലാ സൂറത്തുൻ നാസ്. പിന്നെ സൽസല മുതൽ സൂറത്തുൻ നാസ് വരെയാണ്. വഇത്മാമൻ ലിഫാഇദതി വഅല്ലിഖു തഅലീകൻ യസീറൻ ബിബയാനി ശൈഇൻ മിൻ മആനി ഹാദിഹി സൂവറില്ലതി ദക്കറഹ അല്ലാഹു. പിന്നെ മുഴുവനായിട്ടും ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ കുറിപ്പായിട്ടാണ് ഈ സൂറകളുടെ എന്ത് ചെയ്തിട്ടുള്ളത്, അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു സാധാരണക്കാരന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണ് വാക്കർത്ഥങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ കുറിപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ബിദഅൻ മിൻ സൂറത്തിൽ ഫാത്തിഹ സുമ്മ സൽസല ഇലാ സൂറത്തിൻ നാസ് ബയാനം മുഖ്തസിറൻ വ തഫ്സീറൻ മൂജിസ. വളരെ സംക്ഷിപ്തമായ വ്യാഖ്യാനത്തോട് കൂടിയിട്ടാണ് ഈ അധ്യായങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി അവിടെ കുറച്ച് കണ്ടല്ലേ, അവിടെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ആരംഭിക്കും. സൂറത്തുൽ ഫാത്തിഹ എന്ത് ചെയ്യാണ്, നമ്മൾ ആരംഭിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അധ്യായത്തിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആകത്തുക എന്നുള്ളത് എന്താണ്, നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചേ ഉള്ളൂ. ഫാത്തിഹ സൽസല മുതൽ നാസ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അത് പഠിക്കുന്നതിലൂടെ നമുക്ക് ചെറിയ അധ്യായമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതിലൂടെ, കുറച്ചുള്ളൂ എന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ പഠിക്കാൻ എന്ത് വരും, താല്പര്യം വരും. ഇബാദത്തുകൾ നിർവഹിക്കാൻ എന്ത് വരും, നമുക്ക് താല്പര്യം വരും. അതുപോലെ തന്നെ കാരണം എന്താ വെച്ചാൽ നിസ്കരിക്കണം, നമ്മൾ ഒതെടുത്തു വന്നാൽ അപ്പം നിസ്കരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ മനപ്പാടാക്കിയത് ഓതും. അപ്പം നമുക്ക് നിസ്കരിക്കാനൊക്കെ എന്ത് ചെയ്യാണ്, ഖുർആൻ കിട്ടുമല്ലോ, ഒരു താല്പര്യം നമുക്ക് വരികയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 2 സൂറത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു അല്ലേ. സൂറത്ത് ഇഖ്ലാസ് അല്ലേ, ഇഖ്ലാസ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അധ്യായമാണ്. ഇഖ്ലാസിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ്റെ 3-1 ഇഖ്ലാസ്. പിന്നെ സൽസല മാത്രം പഠിക്കുമെന്ന് തീരുമാനമെടുത്തവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അഫ്ലഹ, അവൻ വിജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാണ്, സൽസലയും അതിനോടനുബന്ധിച്ച സൂറത്തുകളും ഒക്കെ പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നതാണ്. അപ്പോൾ നമുക്ക് വിജയമുണ്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഫസ്റ്റ് വന്നാൽ ഇത് വായിക്കലല്ല, ഇത് 4ാമത്തെ ഘട്ടമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ ആണ് ഇനി പോണത്. അത് നമുക്ക് 4ാമത്തെ ഘട്ടമാണ്. അടുത്ത ആഴ്ച വരുമ്പോൾ ഖുർആൻ വേണം. ഇവിടെ ഇല്ലല്ലേ, പള്ളിയിലല്ലേ, ഖുർആൻ വേണം. അപ്പോൾ ഞാൻ ഓതിത്തരും, നിങ്ങൾ ഓതി തിരുത്തുക.
എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച തന്നെ എന്ത് ചെയ്യാം, പറ്റുകയാണെങ്കിൽ ഹിഫ്ളാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വരിക, സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ആ അതെ അതെ, നമുക്ക് ഈ ഒരു ഹിഫ്ള് സ്ഥാപനം പോലെ ഇരുന്ന്